ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകുക്ക് ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ജമന്തിയുടെ പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല നാടനായിട്ടുള്ള ഹാരജമന്തി പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്രിസാന്തിമം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണിത്. അപ്പോൾ ഒത്തിരി കളേഴ്സിൽ ഈ പൂക്കൾ വരുന്നുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും അതുപോലെ ഡബിൾ ഷെയ്ഡിലൊക്കെ വരുന്ന ക്രിസാന്തിമം പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സിന് അത്യാവശ്യം ഹൈറ്റും സൈസും ഉള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നത്. DTDCയുടെ കൊറിയർ വഴിയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ ജമന്തി പ്ലാന്റ്സിൻ്റെ ഡിസ്പാച്ച് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ജമന്തിയുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. കളറ് വരുന്നത് ഞാൻ പറയാം. റെഡ് 2 ടൈപ്പ് വരുന്നുണ്ട്, സിംഗിൾ പെറ്റലും വരുന്നുണ്ട്, അതുപോലെ അടുക്കും വരുന്നുണ്ട്. പിങ്ക് വരുന്നുണ്ട്, പിങ്കും ഡബിൾ ഷെയ്ഡാണ്, 2 ഷെയ്ഡിൽ വരുന്നുണ്ട്. പിങ്ക് അടുക്കും വരുന്നുണ്ട്, സിംഗിൾ പെറ്റലും വരുന്നുണ്ട്. പിന്നെ യെല്ലോ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു പീച്ച് ഷെയ്ഡിൽ ഒരെണ്ണം വരുന്നുണ്ട്, വയലറ്റ് കളർ വരുന്നുണ്ട്, മജന്ത ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ പിന്നെ തന്നെ മജന്തയിൽ ഒരു പിങ്കിലൊരു മജന്ത ഷെയ്ഡ് സ്ട്രൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കോംബോ വരുന്നത് 5 കളറിൻ്റെ ഒരു കോംബോ 380 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെ 380 ആണ് വരുന്നത് കേട്ടോ. കോംബോ അയക്കുമ്പോഴത്തേക്ക് നമുക്ക് 380 വരുന്നത്. നമ്മൾ ചകിരിച്ചോറിൽ വെച്ചിട്ട്, അതായത് ഒരു ചെറിയ പോട്ടിൽ ഇത് പ്ലാന്റ്സ് വെച്ച് ചകിരിച്ചോറ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത്. പ്ലാന്റ്സ് നടുന്ന സമയത്ത് മണൽ, ചകിരിച്ചോറ് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചാണകപ്പൊടിയൊന്നും തുടക്കത്തിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഡയറക്റ്റായിട്ട് മഴയും വെയിലും ഇപ്പോൾ കൊള്ളേണ്ട ആവശ്യമില്ല. പ്ലാന്റ്സ് ഒന്ന് കിളിർത്ത് വന്ന ശേഷം മാത്രം വെയിൽ കൊള്ളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്